ഹലോ എവ്രി വൺ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ലഞ്ചും സ്നാക്കും കാണിക്കാമെന്ന്. സ്നാക്സിന് കട്ട്ലറ്റും, ലഞ്ചിന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോളിൻ്റെ ഫില്ലിങ്ങും. ഞാൻ ചപ്പാത്തിയാണ് നോർമലി റോളിന് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഫില്ലിങ്ങും കാണിക്കാം. ഫസ്റ്റ് നമുക്ക് കട്ട്ലറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ്. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ എടുത്തു. ഈ ചിക്കനിൽ ആക്ച്വലി ഇച്ചിരി എക്സ്ട്രാ ചിക്കനുണ്ട്. നമുക്ക് ലേറ്റർ ഓൺ ഫില്ലിംഗ് ഉണ്ടാക്കാനുള്ള 200 ഗ്രാം ചിക്കനും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ, പിന്നെ സോൾട്ട് വെച്ചിട്ട്. ഇത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ നേരത്തെ ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ. ചിക്കൻ റോളിനുള്ള പീസസ് എടുത്ത് മാറ്റി വെച്ച് കട്ട്ലറ്റിന് വേണ്ടി മാത്രമുള്ള പീസസ് എടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കുക. അങ്ങ് ഭയങ്കരമായിട്ട് അരയണ്ട. ഇനി നമുക്ക് സവാള വഴറ്റുന്നതിനുള്ള സ്റ്റെപ്സ് ചെയ്യാം. സവാളയും ചില്ലിയും കൂടെ ഇട്ട് ഒന്ന് ചോപ്പറിൽ കറക്കി എടുത്തു. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള എണ്ണ, ഒരുപാടൊന്നും എണ്ണ വേണ്ട, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും ചില്ലിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഈ ചോപ്പറിൽ ഭയങ്കര ടൈം സേവിങ് എക്വിപ്മെൻറ്റാണ്. ഞാനത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു എക്വിപ്മെൻറ്റാണ്. എനിക്കിത് ഇല്ലാതെ പറ്റത്തില്ല. ഇപ്പോൾ അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണത്. അപ്പം ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോൾട്ട് ഇപ്പോൾ ഇടുന്നതാണ് നല്ലത്. ഞാനിവിടെ വെച്ച് ഇടാൻ മറന്നുപോയി. ഞാൻ ലാസ്റ്റാണ് പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഇട്ടാൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനിട്ട് ടേസ്റ്റ് ചെയ്ത് മനസ്സിലാവും. അപ്പോൾ അത് സോൾട്ടും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പൊട്ടറ്റോസ് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടുക. ഈ പൊട്ടറ്റോസ് ഇപ്പം നേരത്തെ കണ്ട പോലെ പൊട്ടറ്റോസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇതെല്ലാം നമ്മളൊന്ന് നേരത്തെ പ്ലാൻ ചെയ്ത്, അപ്പോൾ ഈ ആഴ്ച നമ്മൾ കട്ട്ലറ്റാണ് കൊടുത്ത് വിടുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ വീക്കെൻഡ് തന്നെ സെറ്റ് ചെയ്ത് വെച്ച്, ഞാൻ പൊതുവേ സാറ്റർഡേ മാരിനേറ്റ് ചെയ്ത് എല്ലാം വെക്കും. എന്നിട്ട് സൺഡേ ആയിരിക്കും ഈ ഹോൾ കുക്കിംഗ് പ്രോസസ്സിൻ്റെ പുറകിൽ പോവുക, അതായത് ഫില്ലിംഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ പുറകിൽ പോവുക. അപ്പം ഉണ്ടാക്കുന്ന ദിവസം നമുക്കെല്ലാം റെഡി ആയിരിക്കുമ്പം ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഈ മിൻസ്ഡ് ചിക്കൻ ഉണ്ടല്ലോ, അത് ഹാഫ് എടുത്തിട്ടു. എനിക്ക് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ അത് എല്ലായിടത്തും ആവും ഞാൻ ചെയ്യുമ്പം. അപ്പോൾ ഞാൻ ഹാഫ് എടുത്തിട്ടു. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി ഹാഫും കൂടെ ഇട്ട് ഫുൾ മിക്സ് ചെയ്തെടുത്തു. അപ്പം എനിക്ക് പേഴ്സണലി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് മിക്സ് ആവുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പൊട്ടറ്റോ ഒരെണ്ണമൊക്കെ മതിയാവും, ഒരുപാട് പൊട്ടറ്റോയുടെ ആവശ്യമില്ല ചിക്കൻ കട്ട്ലറ്റിൽ. അല്ലെങ്കിൽ പിന്നെ പൊട്ടറ്റോ ഓവർ പവർ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടറ്റോവും ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഈ സവാള ഞാൻ വഴറ്റുന്നതും ഈ ചിക്കൻ ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം മിക്സിയിൽ ചെയ്യുന്നതും ഇതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ എപ്പോഴും എനിക്ക് പല വഴിയിൽ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പൊട്ടി പോകുന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കും. നമുക്കിനി നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് കട്ട്ലറ്റ് മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മുട്ട അടിച്ച് വെച്ചതും ബ്രെഡ് ക്രംസുമാണ്. ബ്രെഡ് ക്രംസ് നമുക്കൊരു 2-3 ബ്രെഡ് ഇരിക്കുന്നത് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ല ബ്രെഡ് ക്രംസ് കിട്ടും. ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ആവശ്യം ഇച്ചിരി കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇരുന്നതും കൂടി എടുത്തിട്ട് അടിച്ചു. നല്ലതായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ എടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് സെറ്റ് ചെയ്യുക. അപ്പോൾ സൈഡിൽ നിന്നും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കണ്ടോ, ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ടത് എഗ്ഗിൽ മുക്കി, എന്നിട്ട് ഇങ്ങനെ ക്രംബിൻ്റെ മുകളിൽ വെച്ച് ക്രംബ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എന്നാലേ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വെളിയിൽ കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വേഗം നമുക്ക് ഇത് ഫുള്ള് ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഒരു ബോക്സിൽ നീറ്റായിട്ട് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വിരിച്ച് അതിൽ ഇത് എടുത്ത് വെച്ചിരുന്നാൽ സ്കൂൾ ഡേയ്സിൽ രാവിലെ ഒട്ടും ടൈം കളയാതെ നമുക്കിത് വേഗം ഫ്രൈ ചെയ്ത് ടിഫിൻ ബോക്സിൽ ആക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചിക്കൻ റോളിൻ്റെ ഫില്ലിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ചിക്കൻ റോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾ നേരത്തെ ചിക്കൻ പീസസ് കുക്ക് ചെയ്ത് വെച്ചിരുന്നു. നേരത്തെ ചിക്കൻ പീസസ് തന്നെ എടുത്താൽ മതി. ഒരു പാത്രത്തിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തതിനകത്തോട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ എടുത്ത് ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് ഇടുന്നതിന് മുമ്പ് ഈ ചിക്കൻ ഒന്ന്
ചെറിയ പീസസ് ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇതിലോട്ട് ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും ഗരം മസാലയും സോൾട്ടും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞില്ല, ചെറിയ പീസസ് ആക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ മാറ്റിയെടുത്തിട്ട് ഇതിനെല്ലാം ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സ് ചെയ്ത് എടുത്തു. കാരണം വലിയ പീസസ് ആണെങ്കിൽ നമുക്ക് റോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ചില സ്റ്റെപ്സ് നമ്മൾ വിട്ടുപോകും. അപ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി. പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. ഇനി 2 ടേബിൾ സ്പൂൺ കേർഡും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കേർഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫില്ലിങ്ങിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മേയോ ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ മേയോ ആഡ് ചെയ്യാതെ ഉള്ള റെസിപ്പി ആയത്. അപ്പോൾ അതിന് ഞാൻ കേർഡ് ഇട്ട് ഒന്നൊരു ക്രീമി ആക്കിയതിന് ശേഷം അതിലോട്ട് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കുറച്ച് കൊറിയാണ്ടറും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് അടച്ചൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു. ജസ്റ്റ് പെട്ടെന്നൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയിലത്തേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയി, സ്കൂൾ ഡേ ആണ്. സ്കൂളിൽ എല്ലാം കൊടുത്ത് വിടുന്നതിൻ്റെ ബഹളം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷടപടയിൽ എല്ലാം പാരലായിട്ട് നടക്കണം. അപ്പം ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇന്നലെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കട്ട്ലറ്റ്സ് 2 എടുത്ത് വെച്ചു. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ചിക്കൻ കട്ട്ലറ്റ്സ് ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ ഫ്രീസ് ചെയ്താണ് വെക്കുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്ത് വറക്കരുത്. അറ്റ്ലീസ്റ്റ് ഫ്രിഡ്ജിലെങ്കിലും 1 മണിക്കൂർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ചിക്കൻ കട്ട്ലറ്റ് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ റോളിനുള്ള സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ചപ്പാത്തിയാണ് ലഞ്ചിന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിനുള്ള ചിക്കൻ റോൾ എടുത്തു. അത് 30 സെക്കൻഡ് ഞാൻ മൈക്രോവേവിൽ ചൂടാക്കാനായിട്ട് വെച്ചു. ചൂടാവുന്ന സമയത്ത് ഞാൻ ചിക്കൻ കട്ട്ലറ്റിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. ഞാൻ പെട്ടെന്ന് വന്ന് ചിക്കൻ കട്ട്ലറ്റ് നോക്കി. അത് കരിഞ്ഞു പോയാൽ ഫുൾ ഡെസ്പാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പാകത്തിന് അത് മൊരിഞ്ഞു വന്നു. 2നെയും കൂടെ ഒരു ടിഷ്യൂ പേപ്പറുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു, എണ്ണയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് എണ്ണ എണ്ണയെല്ലാം അങ്ങ് പൊക്കോളും. അപ്പോൾ അതിനെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനിയിപ്പോൾ ചിക്കൻ റോളിലോട്ട് തിരിച്ചു പോകാം. ചപ്പാത്തി നേരത്തെ തലേന്ന് തന്നെ ഞാൻ ഫ്രീസറിലാക്കി വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുന്നത് എപ്പോഴും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഡ്രൈ ആയിപ്പോവും. ആ ചപ്പാത്തി ഒരു 10 സെക്കൻഡ്സ് ഞാൻ ചൂടാക്കി, അത് ജസ്റ്റ് തണുപ്പ് പോകാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ആ ഫില്ലിങ് എടുത്ത് ചിക്കൻ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ചപ്പാത്തിയുടെ, എന്നിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്യും. അപ്പോൾ നല്ല നീറ്റായിട്ട് അത് റോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ എടുത്തിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ പിള്ളേർക്ക് ഫുഡ് കഴിക്കുമ്പോഴേ താഴോട്ടൊന്നും പോകത്തില്ല. അത് നീറ്റായിട്ട് അവർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ റോള് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പല ടൈപ്പ് ചിക്കൻ റോൾസ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ പോലെ പാക്ക് ചെയ്ത് ഉണ്ടാക്കാം. അപ്പം ഇത് നേരത്തെ നമ്മളിതെല്ലാം ചെയ്ത് വെച്ചുകൊണ്ട് രാവിലെ പണി എളുപ്പമാണ്. അപ്പോൾ ഈ വീക്ക് ഡേയ്സ് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ചിലപ്പോൾ വെനസ്ഡേ വൈകിട്ട് പിന്നെയും ഒരു റൗണ്ട് ഓഫ് പ്രെപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ അല്ലാതെ ഇങ്ങനെ ചെയ്താൽ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ലഞ്ചെല്ലാം പാക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റും ചെയ്യണം. താങ്ക് യു. ബൈ.